ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മോംസ് വണ്ടർ വേൾഡ്. നിങ്ങൾ ചക്ക കൊണ്ടിട്ടുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് ചക്കപ്പായസമൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അടുത്തിടെ പേരെടുത്തതുപോലെ പറഞ്ഞു ഇങ്ങനെ ചക്കക്കുരു കൊണ്ട് പായസം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എനിക്കത് ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ അവർക്കതൊരു അതിശയമായിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ അടുത്ത വീഡിയോ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ കുക്കറിലേക്ക് ചക്കക്കുരു പുറത്തെ ആ ഒരു തോടൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരകി എടുത്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. പ്രഥമനാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു തേങ്ങ ഫുള്ള് ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അത് നമുക്ക് തേങ്ങാപ്പാലാക്കി എടുക്കാം. ഇതാ അപ്പോഴേക്കും എൻ്റെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 2 വിസിലടിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും കൂടെ ഉരുക്കിയെടുക്കണം. അപ്പം നിങ്ങൾ എടുക്കുന്ന ചക്കക്കുരുവിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങളുടെ മധുരവും കൂടെ അനുസരിച്ചിട്ട് ശർക്കര എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അലിയിച്ചെടുക്കണം. അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് അരിച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. സാധാരണ പ്രഥമൻ വെക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്. എൻ്റെ അച്ഛൻ ഡയബറ്റിക് ആണ് കേട്ടോ. പൊതുവെ അച്ഛന് ശർക്കര പായസമൊക്കെ വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ ചേർക്കുന്ന ഒരളവിൽ മധുരം നമ്മൾ ചേർക്കുന്നില്ല ഇതിലേക്ക്. ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ക്രഷ് ചെയ്യാനായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് അതൊരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. എന്നാലും കടിക്കാൻ ആവശ്യത്തിനുള്ള ചക്കക്കുരു നമുക്ക് കിട്ടും കേട്ടോ. ആ ഒരു രീതിക്കാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതാ 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തേങ്ങാപ്പാലൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കടലപ്പായസമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ചക്കക്കുരു വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിത് ആദ്യം കഴിച്ചത് എൻ്റെ കസിൻ സിസ്റ്റർ ആദ്യം ഇതുപോലെ എനിക്ക് ചെയ്തുകൊണ്ട് തന്നപ്പോഴാട്ടോ. അവൾ ആദ്യമായിട്ട് ഉണ്ടായിക്കൊണ്ട് തന്നപ്പോൾ നമ്മൾ അറിഞ്ഞില്ല എന്ത് വെച്ചിട്ടാണിത് ചെയ്തതെന്ന് സത്യത്തിൽ മനസ്സിലായില്ല. നല്ലൊരു അടിപൊളി ഒരു പ്രഥമൻ. അപ്പോഴാണ് പറയുന്നത് ഇത് ചക്കക്കുരു കൊണ്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഞാനും പിന്നെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എല്ലാ വർഷവും ചക്കയുടെ സീസൺ വന്നു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഞാനിതുണ്ടാക്കി കുടിക്കാതിരിക്കത്തില്ല. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ്. അപ്പോൾ നിങ്ങളും ഇനി തൊട്ട് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നെയ്യിലേക്ക് നമ്മുടെ ചക്കക്കുരു വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരുവൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. കുറച്ചൊന്ന് വരണ്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2-ാം പാലും 1-ാം പാലും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം.
ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റെക്കോർഡായില്ല. പായസം അപ്പം എൻ്റെ മക്കൾക്ക് 3 ആൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. ബൈ.